പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കോടതി മുറിയിലെ ഭയാനകമായ ആ നിശബ്ദയെ കീറിമുറിച്ചുകൊണ്ട് തന്നെ ജഡ്ജിയുടെ വിധി പ്രസ്താവന മുഴങ്ങി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് പ്രതിയായ വിക്രമിന് 5 വർഷത്തെ കഠിന തടവ് വിധിക്കുന്നു. വിക്രമിന്റെ ഹൃദയം ഒരു നിമിഷം അങ്ങ് നിലച്ചുപോയി. പോലീസുകാർ വന്ന് അവന്റെ കൈകളിൽ തണുത്ത ഇരുമ്പ് വിലങ്ങുകൾ അണിയുമ്പോഴും ആ കണ്ണുകൾ കോടതി മുറിയിലെ ആൾക്കൂട്ടത്തിനിടയിൽ അവളെ തിരയുന്നുണ്ടായിരുന്നു. വേദയെ, തൻ്റെ ജീവന്റെ പാതിയായ വേദയെ. നിരപരാധിയാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അവന് തോന്നിയില്ല. ചുറ്റു നിന്നവരുടെ പരിഹാസച്ചിരികളും അടക്കം പറച്ചിലുകളും അവനെ ബാധിച്ചതുമില്ല. അവനെ അലട്ടിയത് ഒറ്റ കാര്യം മാത്രമായിരുന്നു: എൻ്റെ വേദ എവിടെ? അവൾക്ക് എന്തുപറ്റി? അതേസമയം നഗരത്തിരക്കുകളിൽ നിന്നും ഏറെ അകലെ ഡൽഹിയിലേക്കുള്ള ഒരു ട്രെയിനിന്റെ ജനാലക്കരികിൽ ചാരിയിരുന്നു കൊണ്ട് തന്നെ വേദ വിതുമ്പുകയായിരുന്നു. അവളുടെ നെഞ്ചിലെ മിടിപ്പുകൾക്കപ്പോൾ മറ്റൊരു ജീവന്റെ കൂടി താളമുണ്ടായിരുന്നു. വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു ശപിക്കപ്പെട്ട ദിവസം ഭയവും സങ്കടവും താങ്ങാനാവാതെ അവൾ തളർന്നു വീണു. പിന്നീട് കണ്ണു തുറന്ന് ആശുപത്രി കിടക്കയിലാണ്. അന്ന് ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. സന്തോഷമായിരിക്കൂ, നിങ്ങളൊരു അമ്മയാവാൻ പോകുന്നു. ഏതൊരു പെണ്ണും കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ. പക്ഷേ സന്തോഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല വേദ. ശ്രീകാന്ത് എന്ന രാക്ഷസന്റെ മുഖമാണ് അവളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത്. പണത്തിനും അധികാരത്തിനും വേണ്ടി സ്വന്തം ചോരയെ പോലും ഇല്ലാതാക്കാൻ മടിക്കാത്തവൻ. വിക്രത്തിന്റെ കുഞ്ഞാണ് തൻ്റെ ഉദരത്തിൽ വളരുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്ത് ആ നിമിഷം തന്നെ ഈ ജീവനെ ഇല്ലാതാക്കും. തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, ആ ഒരൊറ്റ ചിന്തയിലാണ് അവളെ നാടുവിടാൻ പ്രേരിപ്പിച്ചത്. ആരെയും അറിയിക്കാതെ, ഒരു വാക്ക് പോലും പറയാതെ അവൾ പെട്ടെന്ന് തന്നെ വണ്ടി കയറി. ക്ഷമിക്കണം ഏട്ടാ, എനിക്കെൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചേ മതിയാവുള്ളൂ. വിക്രമിന്റെ മുഖം ഓർത്തുകൂടത്തിന് ജനലുകൾക്കുള്ളിൽ മുഖം അമർത്തിക്കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ഡൽഹിയിലെ അത്യുഷ്ണവും കൊടും തണുപ്പും വേദയെ വല്ലാത്ത തളർത്തി കളഞ്ഞു. പരിചിതമില്ലാത്ത നഗരം, അറിയാത്ത ഭാഷ, കൂട്ടിന് തൻ്റെ പഴയ കൂട്ടുകാരി മാത്രമുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അവൾ ആ നഗരവുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. വയറ്റിൽ വളർന്ന കുഞ്ഞിനു വേണ്ടിയിട്ട് അവൾ ജീവിച്ചേ തീരൂ. ഒരു റേഡിയോ FM സ്റ്റേഷനിൽ അവൾ ആർജയായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. പകൽ മുഴുവൻ ജോലിയുടെ തിരക്കുകൾ. രാത്രിയായാൽ ഉറക്കമൊഴിച്ച് അവൾ പഠിക്കാനിരിക്കും. IAS എന്ന വലിയ സ്വപ്നം അവളുടെ മനസ്സിൽ വേരു പിടിച്ചിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരിച്ചു പിടിക്കണം. വിക്രത്തെ ജയിലിലാക്കിയവരോട് പകരം ചോദിക്കാൻ തനിക്ക് അധികാരം വേണം. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിൻ്റെ കരച്ചിൽ ആദ്യമായി കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുകൾ ഒഴിഞ്ഞിറങ്ങി. കുഞ്ഞിനെ മാറോട് ചേർക്കുമ്പോൾ അവൾ വിക്രമിനെ ഓർത്തു. വിക്രം, ഇത് കാണേണ്ടതായിരുന്നു. നമ്മുടെ മോളാണിത്. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ഈ മകളെയും കൂട്ടി താൻ തിരികെ പോകുമെന്നും നഷ്ടപ്പെട്ടതെല്ലാം തന്നെ പൊരുതി നേടുമെന്നും അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഇതേ സമയം ജയിലിന്റെ ഇരുണ്ട ചുവരുകൾക്കുള്ളിൽ വിക്രം ഓരോ നിമിഷവും നീറി പുകയുമായിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികളിൽ വേദയുടെ മുഖം അവനെ വല്ലാതെ വേട്ടയാടി. അവൾ എവിടെയായിരിക്കും? ജീവനുണ്ടോ? അതോ ശ്രീകാന്ത് അവളെയും? ഇല്ല, ചിന്തിക്കാൻ പോലും അവനത് കഴിയുമായിരുന്നില്ല. പുറത്ത് ശ്രീകാന്ത് കമ്പനിയുടെ പൂർണ്ണ അധികാരവും സ്വന്തമാക്കിയിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ സർവ്വ സ്വത്തുക്കളും കൈക്കലാക്കി അവൻ ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു. എന്നാൽ വിക്രം പുറത്തിറങ്ങിയാൽ തനിക്ക് ആപത്താണെന്ന് അവൻക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വിക്രമിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവൻ പദ്ധതികളൊക്കെ അങ്ങനെ മെനഞ്ഞു തുടങ്ങി. ശ്രീകാന്തിന്റെ ഓഫീസിലേക്ക് ഇൻസ്പെക്ടർ സാബു കടന്നു വന്നു. ഇരുവരുടെയും മുഖത്ത് ക്രൂരമായൊരു ചിരിയുണ്ടായിരുന്നു. അവൻ പുറത്തിറങ്ങാൻ പാടില്ല സാബു. അവൻ ഒരിക്കലും ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് കാല് കുത്തരുത്. ശ്രീകാന്ത് എരിഞ്ഞു കത്തുന്ന സിഗരറ്റ് ആഷ്ട്രയിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു. സാബു ഒന്ന് ചിരിച്ചു. അതെനിക്കും നിർബന്ധമുള്ള കാര്യമാണ് ശ്രീകാന്തെ. ശ്രീനിവാസന്റെ മകൻ വരുണിനെ കൊന്നത് ഞാനാണ് എന്ന സത്യം അവനറിയാം. അവൻ പുറത്തിറങ്ങിയാൽ എന്നെയും തീർക്കും. അവനെ അവിടെ വെച്ച് തന്നെ നമുക്ക് തീർക്കണം. ശ്രീകാന്ത് ഗൂഢമായൊന്ന് പുഞ്ചിരിച്ചു. അതിന് ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിക്രമിന്റെ പഴയ ശത്രു അഭിലാഷ്. ലക്ഷങ്ങൾ കൊടുത്ത് അവനെ ഞാൻ വിലക്കെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കേസിൽ 3 മാസത്തെ ശിക്ഷ വാങ്ങിച്ച് അഭിലാഷ് നാളെ ജയിലിലേക്ക് പോകും. വിക്രം കിടക്കുന്ന അതേ ജയിലിലേക്കാണ് പോകുന്നത്. പിറ്റേന്ന് ജയിലിൽ വെച്ച് അഭിലാഷിനെ കണ്ടപ്പോൾ വിക്രം ഒന്ന് ഞെട്ടി. അഭിലാഷ് അവൻ്റെ നേർക്ക് നടന്നു. എന്തടായി നോക്കുന്നത്? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ്. നീ ജയിലിൽ നിന്നും ജീവനോടെ ഇനി പുറത്തിറങ്ങില്ല. നിന്നെ ഇവിടെ കിടത്തിയിട്ട് ഞാൻ ഇവിടെ നിന്നും തിരിച്ചു പോവുള്ളൂ, അഭിലാഷ് പല്ലുറിമിക്കൊണ്ട് പറഞ്ഞു. വിക്രം ഒന്നും പ്രതികരിച്ചില്ല. അവന് ദേഷ്യത്തേക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു. എങ്ങനെയെങ്കിലും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങണം. തൻ്റെ വേദിയൊന്ന് കണ്ടെത്തണം. യഥാർത്ഥ കുറ്റവാളിയെ ശ്രീകാന്തിന്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുകൊണ്ട് അഭിലാഷിന്റെ പ്രകോപനങ്ങളിൽ നിന്നും വിക്രം ഒഴിഞ്ഞുമാറി നടന്നു. പലതവണ അഭിലാഷ് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും വിക്രം എല്ലാം തന്നെ ക്ഷമിച്ചു. ഡൽഹിയിൽ കുഞ്ഞുമൊത്തുള്ള ജീവിതത്തിനിടയിലും വേദ വിക്രമിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ടു. അവൻ എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നതായി അവളുടെ മനസ്സ് മന്ത്രിച്ചു.
ഒടുവിൽ അവൾ ഒരു തീരുമാനമെടുത്തു. വർഷങ്ങൾക്ക് ശേഷം അവൻ നാട്ടിൽ ഒരു ഫോൺ കോൾ ചെയ്തു ദീപ്തിയുടെ നമ്പറിലേക്ക്. ഫോൺ എടുത്ത ദീപ്തി ആ ശബ്ദം കേട്ട ഉടനെ തന്നെ തിരിച്ചറിഞ്ഞു. ചേച്ചി, വേദ ചേച്ചിയല്ലേ ഇത്? ചേച്ചി എവിടെയാ? ഞങ്ങൾ ചേച്ചിയെ കാണാതെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? ചേച്ചിക്ക് ഇതെന്ത് പറ്റി? ദീപ്തിയുടെ ചോദ്യങ്ങൾ ഒരു മഴ പോലെ പെയ്തിറങ്ങി. മോളെ ദീപ്തി, കരയാതെ. ഞാൻ കുറച്ച് ദൂരെയാ, എല്ലാം ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. ഞാനിപ്പോൾ വിളിച്ചത് വിക്രമേട്ടനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാ. എങ്ങനെയുണ്ട്? വേദയുടെ ശബ്ദമിടറി. വിക്രം ചേട്ടൻ ഇപ്പോൾ ജയിലില്ല ചേച്ചി. ചന്ദ്രശേഖരൻ അങ്കിളുടെ കൊന്നതാ കേസിൽ 5 വർഷത്തേക്കാ ഇപ്പോൾ തടവ് ശിക്ഷ. ചേച്ചിയെ കാണാതായിട്ട് 1 വർഷം കഴിഞ്ഞു. വിക്രം ചേട്ടൻ ജയിലിലായതുകൊണ്ടാ ചേച്ചി ഞങ്ങളെ വിട്ടുപോയത്. ദീപ്തി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല മോളെ. അതൊക്കെ ഞാൻ പറയാം. നീ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കരുത്. ഞാൻ വിളിച്ച കാര്യം ആരും അറിയാനും പാടില്ല, പ്രത്യേകിച്ച് ശ്രീയേട്ടൻ. അയാളാണോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അച്ഛൻ എങ്ങനെയുണ്ട്? അതേ ചേച്ചി, ശ്രീയേട്ടൻ അച്ഛനെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. സ്വത്തുക്കളെല്ലാം സ്വന്തം പേരിലാക്കി. പാവം അച്ഛൻ 2 പ്രാവശ്യം അറ്റാക്ക് വന്നു. വിക്രം ചേട്ടന് വേണ്ടി കോടതിയിൽ പോവാൻ നിന്ന അച്ഛനെ ശ്രീയേട്ടൻ ഭീഷണിപ്പെടുത്തി തടഞ്ഞു. വേദയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. ശരി മോളെ, ഞാൻ ഒരിക്കൽ വരും, എല്ലാം തിരിച്ചു പിടിക്കാൻ തന്നെ. അതും പറഞ്ഞ് അവൾ ഫോണ് കട്ട് ചെയ്തു. അന്ന് ജയിലിലെ പണി കഴിഞ്ഞ് ക്ഷീണിച്ച് സ്റ്റെപ്പിലിരിക്കുകയായിരുന്നു വിക്രം. വേദയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അവൻ്റെ മനസ്സിൽ. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരു കൈ അവൻ്റെ കഴുത്തിലേക്ക് വന്നിറങ്ങുന്നത്. അത് അഭിലാഷായിരുന്നു. നീ എവിടെ പോവാടാ? അവിടെ നിൽക്കടാ! അവൻ ആക്രോശിച്ചുകൊണ്ട് തന്നെ അഭിലാഷ് അവനെ നേരെങ്ങ് വലിഞ്ഞു മുറുകി. വിക്രം സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റി. എന്നാൽ അഭിലാഷ് തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കത്തിയെടുത്ത് വിക്രമിന് നേരെ പാഞ്ഞെടുത്തു. വിക്രം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും അഭിലാഷിൻ്റെ കത്തി അവൻ്റെ ശരീരത്തിലങ്ങ് ആഴ്ന്നിറങ്ങി. ചോര വാർന്ന് വിക്രം നിലത്ത് വീണു. അവൻ്റെ നിലവിളി കേട്ട് പോലീസുകാരും മറ്റ് തടവുകാരും അങ്ങോട്ടേക്ക് ഓടിയെത്തിയപ്പോഴേക്കും അഭിലാഷ് ആൾക്കൂട്ടത്തിൽ നിന്നും മറിഞ്ഞിരുന്നു. വിക്രമിനെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഐസിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന വിക്രമിനെ കൂട്ടായി വേദയുടെ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത്ഭുതകരമായി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചേ വന്നു. മാസങ്ങൾ നീണ്ട ആശുപത്രിവാസത്തിന് ശേഷം വിക്രമിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ആശുപത്രി ഇടനാഴിയിൽ വെച്ച് അവൻ ഒരാളെ കണ്ടു, ദീപ്തിയെ. അവിടെ ഒരു കൗൺസിലറായി വർക്ക് ചെയ്യുകയായിരുന്നു അവൾ. വിക്രമിനെ കണ്ടപ്പോൾ അവൾ ഓടിയെത്തി. ചേട്ടാ, എൻ്റെ വേദ. അവൾ എവിടെയാ ദീപ്തി? വിക്രമിൻ്റെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. വിഷമിക്കേണ്ട ചേട്ടാ, വേദ ചേച്ചി എന്നെ വിളിച്ചിരുന്നു. സുരക്ഷിതമായി ഒരിടത്തുണ്ട്. ചേട്ടനെ കുറിച്ച് ചോദിച്ചു. 5 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് ചേട്ടൻ പുറത്തിറങ്ങുമ്പോൾ ചേച്ചി എന്തായാലും തിരിച്ചു വരും. ചേച്ചിക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയാനുണ്ട്. ശ്രീയേട്ടനെ പേടിച്ചിട്ടാ ചേച്ചി മാറി നിൽക്കുന്നത്. വിക്രം പല്ലിറുമ്പി. എനിക്കറിയാം ദീപ്തി, ശ്രീകാന്താണ് എല്ലാത്തിനും കാരണം. വേദയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാണ് ഞാൻ ഇതെല്ലാം തന്നെ സഹിക്കുന്നത്. ചേട്ടാ, ചേട്ടൻ ആരാ കുത്തിയത്? സത്യം പറ ചേട്ടാ. വരുണിന്റെ കൊലപാതകത്തിൽ ശ്രീയേട്ടന് പങ്കുണ്ടോ? ദീപ്തി സംശയത്തോട് ചോദിച്ചു. വിക്രമിന്റെ മുഖം കഠിനമായി. അവൻ നിന്റെ ശ്രീയേട്ടനല്ല ദീപ്തി. സ്വന്തം ചോരയെ പോലും കൊല്ലാൻ നടക്കുന്ന മൃഗമാണവൻ. വരുണിനെ കൊന്നതിന് പിന്നിലും അവനാണ്. അനിയൻകുട്ടനെ കൊന്നതും അവൻ തന്നെയാ. പണത്തിനും അധികാരത്തിനും വേണ്ടി അവൻ എന്ത് ഹീനകൃത്യവും ചെയ്യും. അവനെ പേടിച്ചിട്ടാ എൻ്റെ വേദ നാടുവിട്ടത്. ദീപ്തി ഞെട്ടലോടുകൂടെ ഇതൊക്കെ കേട്ടു നിന്നു. ശ്രീകാന്ത് ഇത്രയും വലിയൊരു കൊടും ചതിയനാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും പോലീസുകാർ വന്ന് വിക്രമിനെ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയി. ദീപ്തിയുടെ മനസ്സിൽ വിക്രം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ തീപ്പൊരി പോലെ തന്നെ കിടന്നു. അവൾ നേരെ പോയത് MLA വാസവന്റെ അടുത്തേക്കാണ്. രാഷ്ട്രീയ തിരക്കുകൾ കാരണം എപ്പോഴും യാത്രയിലായിരുന്ന വാസവനെ കണ്ട് അവൾ സകല സത്യങ്ങളും തുറന്നു പറഞ്ഞു. അങ്കിൾ, എൻ്റെ ഏട്ടൻ ശ്രീകാന്തിന് വരുണിനെ കൊന്ന കൊലപാതകത്തിൽ പങ്കുണ്ട്. വിക്രം ചേട്ടൻ നിരപരാധിയാണ്. ചന്ദ്രശേഖരൻ അങ്കിളിനെ കൊന്നതും ശ്രീയേട്ടനാണെന്ന സാധ്യത. സത്യം അങ്കിൾ കണ്ടുപിടിക്കണം. വാസവന്റെ കണ്ണുകളിൽ തീ പാറി. സ്വന്തം മകന്റെ കൊലയാളിയെ തേടി നടക്കുകയായിരുന്നു അദ്ദേഹം. ഇല്ല മോളെ, അവനെ ഞാൻ വെറുതെ വിടില്ല. വിക്രം പുറത്തിറങ്ങട്ടെ, അവനോട് ഞാൻ സംസാരിക്കാം. എൻ്റെ മകനെ കൊന്നവനെ കൊണ്ട് ഞാൻ തന്നെ സത്യം പറയിപ്പിക്കും. വിക്രത്തിന് ഇനി ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ അവനെ നോക്കിക്കോളാം. വാസവൻ ദീപ്തിക്കങ്ങനെയും പറഞ്ഞ് വാക്ക് നൽകി. ജയിലിൽ വിക്രമിനെ കൊല്ലാനുള്ള ശ്രമം പരാജയപ്പെട്ടതറിഞ്ഞ് ശ്രീകാന്തും സാബുവുമാകെ അസ്വസ്ഥരായിരുന്നു. വിക്രം പുറത്തിറങ്ങിയ ദിവസം അവനെ വകവരുത്താൻ അവർ പുതിയ പദ്ധതികളൊക്കെ തയ്യാറാക്കി. 5 വർഷങ്ങൾ, വേദനകളും കണ്ണീരും നിറഞ്ഞ 5 വർഷങ്ങൾ കടന്നുപോയി. വിക്രം ജയിലിൽ മോചിതനാവാൻ ഇനി ദിവസങ്ങൾ മാത്രം. ന്യൂഡൽഹിയിൽ നിന്നും വേദ നാട്ടിലേക്ക് തിരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. 5 വയസ്സുകാരിയായ തൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുവരാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ നാട്ടിൽ ചെന്ന ശ്രീകാന്ത് കുഞ്ഞിനെ അപായപ്പെടുത്തുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്ന ആയയെ കൂടി അവൾ കൂടെ കൂട്ടി. കുഞ്ഞ് ആ ആയുടേതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കുകയായിരുന്നു അവളുടെ പ്ലാന്. ഇപ്പോൾ വേദ വെറും ഒരു പെണ്ണല്ല. കഠിനാധ്വാനത്തിലൂടെ അവൾ IAS നേടിയിരിക്കുന്നു. ആ നാട്ടിലെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് അവളുടെ മടങ്ങിവരവ്. വിക്രമിനെ കൂട്ടിക്കൊണ്ടുവരാനും സകല അധികാരങ്ങളോടുകൂടി അവനെ സ്വന്തം വീട്ടിലേക്ക് കൈപ്പിടിച്ച് കയറ്റാനും അവൾ തീരുമാനിച്ചു. നാട്ടിലേക്ക് എത്തിയ വേദ നേരെ പോയത് തൻ്റെ പഴയ വീട്ടിലേക്കാണ്. അവളെ കണ്ട ഉടനെ തന്നെ ശ്രീകാന്ത് പരിഹാസത്തോടെ ചോദിച്ചു,
ഓ, നീ തിരികെ വന്നോ? എന്നെ പേടിച്ച് നീ ഇനി വരില്ല എന്നാ ഞാൻ കരുതിയത്. വിക്രം നാളെ പുറത്തിറങ്ങുമല്ലോ. അവനൊപ്പം സുഖമായി ജീവിക്കാനാണല്ലേ നീ വന്നത് എന്ന് ശ്രീകാന്ത് പുച്ഛത്തോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ അച്ഛൻ ദേഷ്യത്തോട് മുന്നോട്ട് വന്നു. മതി, നിർത്ത് ശ്രീകാന്ത്. വേദി, നിനക്കിനി ഒന്നും ചെയ്യാനാവില്ല. അവളും വിക്രമും ഒരുമിച്ച് തന്നെ ജീവിക്കും. അത് ഞാൻ തീരുമാനിക്കും അച്ഛാ. അവർ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ശ്രീകാന്ത് അലമുറയിട്ടുകൊണ്ട് പറഞ്ഞു. അന്നേരം വേദയുടെ മുഖത്ത് ഒരു മന്ദഹാസം വിടർന്നു. അവൾ ശ്രീകാന്തിന് നേരെ നടന്നു ചെന്നു. അവളുടെ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ട് അവനൊന്ന് പതറി. പഴയ വേദയെ നിങ്ങൾക്കറിയാമായിരിക്കും ശ്രീകാന്ത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന വേദയെ നിങ്ങൾക്കറിയില്ല. അത് പതിയെ നിങ്ങൾ ഇനി അറിഞ്ഞോളും. നാളെ വിക്രം പുറത്തിറങ്ങുമ്പോൾ അവനെ കൂട്ടാൻ ഞാൻ വരും. ഒറ്റയ്ക്കല്ല, നെഞ്ചു വിരിച്ച് തന്നെ ഞാൻ വരും. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വിക്രമേട്ടനൊന്ന് തൊട്ടുനോക്ക്. അപ്പോഴറിയാം ഈ വേദ ആരാണെന്നൊക്കെ. മുള്ളുകൊണ്ട് പോലും നിങ്ങൾക്ക് ഏട്ടനെ തൊടാനാവില്ല എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് വേദ. വേദയുടെ ആത്മവിശ്വാസം കണ്ട് ശ്രീകാന്ത് സ്തംഭിച്ചു പോയി. എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ കേരളത്തിലെ മുഖ്യമന്ത്രിയൊന്നുമല്ലല്ലോ. അവിടെ ആര് വരുമെന്നൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ നീ കണ്ടോ? ശരി, നമുക്ക് നാളെ കാണാം. ഇത്രയും പറഞ്ഞ് അച്ഛനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം വേദ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വേദയുടെ വാക്കുകൾ ശ്രീകാന്തിന്റെ ഉറക്കം കെടുത്തി. അവളെ ഇല്ലാതാക്കാതെ വിക്രമിനെ തൊടാൻ കഴിയില്ല എന്ന് അവന് മനസ്സിലായി. അവൻ ഉടൻ തന്നെ ഇൻസ്പെക്ടർ സാബുവിനെ വിളിച്ചു. അവൾ വെള്ളക്കാരിലാ വന്നിരിക്കുന്നത്. അവളെ ഇടിച്ചു തെറിപ്പിക്കണം. അവൾ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല. റോഡിലൂടെ സഞ്ചരിക്കുന്ന വേദിയുടെ കാറിലേക്ക് ഒരു വലിയ ലോറി പാഞ്ഞു കയറി. ഭയാനകമായ ആ ഒരു ശബ്ദം ആ പ്രദേശത്തെ നടുക്കി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വേദയെ നാട്ടുകാർ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഐസിയിൽ ജീവന് വേണ്ടി മല്ലിടുന്ന അവളുടെ അരികിലേക്ക് അച്ഛൻ ശങ്കരനാരായണനും സുധാകരമാഷും കമലമ്മയും ദീപ്തിയും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തി. അവരെല്ലാവരും വേദയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. മാഷേ, നാളെ വിക്രം പുറത്തിറങ്ങുമ്പോൾ അവനെ കാണണമെന്ന എൻ്റെ മോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അവൻ തിരികെ വന്നത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ വിക്രം അതെങ്ങനെ സഹിക്കും? ശങ്കരനാരായണൻ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവിടേക്ക് ശ്രീകാന്ത് ഒരു വിജയച്ചിരിയോടുകൂടെ കടന്നു വന്നു. താൻ വിചാരിച്ച കാര്യം നടത്തിയതിൻ്റെ അഹങ്കാരം ആ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആശുപത്രിയിലെ TV സ്ക്രീനിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് തെളിഞ്ഞത്. പുതുതായി ചാർജ് എടുക്കാൻ വന്ന അസിസ്റ്റന്റ് കളക്ടർ വേദ ശങ്കരനാരായണൻ വാഹനാപകടത്തിൽ ഗുരുതരാവസ്ഥയിലെന്ന്. അവരുടെ കാറിൽ ഒരു ലോറി വന്നിടിക്കുമായിരുന്നു. വാർത്തക്കൊപ്പം TVയിൽ വേദയുടെ ഫോട്ടോയും തെളിഞ്ഞു. ശ്രീകാന്തിന്റെ തലയിലൊരു ഇടുത്തി വീണതുപോലെയായി. അവന്റെ മുഖത്ത് ചിരിയെല്ലാം മാഞ്ഞു. കാലുകൾ വിറച്ചു. താൻ കൊല്ലാൻ ശ്രമിച്ചത് വെറും ഒരു പെണ്ണിനെയല്ല, ഒരു IAS ഓഫീസറെയാണെന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. തനിക്കിനി വേദയെ തൊടാൻ പോലും പറ്റില്ല എന്ന സത്യം അവനെ ഭയപ്പെടുത്തി. ശങ്കരനാരായണൻ കണ്ണീരോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോൾ, അവൾ അസിസ്റ്റന്റ് കളക്ടറായിരിക്കുന്നു മാഷേ. വിക്രം പുറത്തിറങ്ങുന്ന ദിവസം പുലർന്നു. ജയിലിന് പുറത്ത് അവനെ കാത്ത് ശ്രീകാന്തിന്റെ ഗുണ്ടകൾ ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ജയിലിന്റെ ഗേറ്റ് തുറന്ന് വിക്രം പുറത്തേക്ക് വന്നപ്പോൾ ഗുണ്ടകൾ അവനെ നേരെ പാഞ്ഞെടുത്തു. എന്നാൽ പെട്ടെന്നാണ് വലിയൊരു പോലീസ് വാഹന വ്യൂഹം അങ്ങോട്ടേക്ക് ഇരിച്ചു കയറിയത്. അതിൽ നിന്നും MLA വാസവൻ ഗാംഭീര്യത്തോടെ പുറത്തിറങ്ങി. പോലീസുകാർ ഗുണ്ടകളെ വളഞ്ഞു. വാസവൻ നേരെ വിക്രമിന്റെ അരികിലേക്ക് എത്തി. അവൻ തന്റെ കാറിലേക്ക് കയറ്റി. എന്നിട്ട് ദൂരെ മാറി നിൽക്കുന്ന ശ്രീകാന്തിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. വിക്രമിനെ കൊല്ലാനാണ് നിന്റെ പദ്ധതിയെങ്കിൽ അത് നടക്കില്ല ശ്രീകാന്തേ. അവന് കാവലായി ഈ വാസവനുണ്ട്. ശ്രീകാന്തിന് ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇതിലിടപെടുന്നത്? സ്വന്തം മകന്റെ കൊലയാളെ നിങ്ങൾ തന്നെ രക്ഷിക്കാമെന്നതാണോ? വാസവന്റെ കണ്ണുകൾ ജ്വലിച്ചു. എൻ്റെ മകനെ കൊന്നതും അത് ചെയ്യിപ്പിച്ചതും ആരാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കും. അതിൽ നിനക്കും പങ്കുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ നാവ് കൊണ്ട് തന്നെ ഈ സത്യങ്ങളൊക്കെ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. വിക്രം നിരപരാധിയാണെന്നൊക്കെ എനിക്കറിയാം. വേദ തിരികെ വന്നിരിക്കുന്നത് നിനക്കൊക്കെ അമ്മാനമാടാനൊന്നും വേണ്ടിയിട്ടില്ല. അവൾ വന്നത് അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ്. അവരിനി തൊടാനൊന്നും നിനക്കാവില്ല. വാസവന്റെ വാക്കുകൾക്ക് മുന്നിൽ ശ്രീകാന്ത് സകല നിയന്ത്രണങ്ങളും പൊളിഞ്ഞു വീണു. നിരാശയോടെയും ഭയത്തോടെയും അവൻ അവിടെ നിന്നു. പോലീസ് അകമ്പടിയോടുകൂടെ വിക്രമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ അമ്പരന്ന് നിൽക്കുമായിരുന്നു അവൻ. ആശുപത്രിയിൽ എത്തിയപ്പോൾ ചുറ്റും നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ കണ്ടു. അച്ഛൻ സുധാകരമാഷ്, ദീപ്തി, അവരെല്ലാവരുടെയും മുഖത്ത് സങ്കടമായിരുന്നു. ദീപ്തി ഓടി വന്ന് വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വിക്രമേട്ട, വേദ ചേച്ചി ആ മുറിയിലുണ്ട്. എന്താ എൻ്റെ വേദക്ക് പറ്റിയത്? വിക്രമിന്റെ ശബ്ദം വിളർത്തു. അവൻ ഭ്രാന്തനെ പോലെ ഐസിയുടെ മുന്നിലേക്ക് ഓടി. അപ്പോഴാണ് ഒരു നഴ്സ് പുറത്തേക്ക് വന്ന്, ആരാ വിക്രം? രോഗി വിക്രം എന്നൊരാളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ കൂടെ ആ കുട്ടിയും കൂടെ കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് പറയും. കുഞ്ഞിനെ നോക്കുന്ന ആ ആയ ഉടനെ തന്നെ 5 വയസ്സുകാരെ വിക്രമിന്റെ കൈകളിലേക്ക് കൊടുത്തു. വിക്രം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു മെല്ലെ ആ മുറിയിലേക്ക് നടന്നു. കിടക്കയിൽ അവശയായി കിടക്കുന്ന വേദയെ കണ്ടപ്പോൾ വിക്രമിന്റെ നിയന്ത്രണം വിട്ടു. അവൻ ഓടിച്ചെന്ന് അവളുടെ അരികിലിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പ്, വിരഹം, വേദന എല്ലാം ആ നിമിഷമങ്ങ് അണപൊട്ടി ഒഴുകി. എന്താ വേദ നിനക്ക് പറ്റിയത്? 5 വർഷം ഞാൻ നിന്നെ കാണാതെ എത്രമാത്രം അനുഭവിച്ചു എന്ന് നിനക്കറിയാമോ?
എന്നെ വിട്ട് നീ എന്തിനാ പോയത്? അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വേദ പതിയെ അവൻ്റെ കൈകൾ പിടിച്ചു. എന്നിട്ട് അവൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ നോക്കി. ഏട്ടൻ ഈ കുഞ്ഞിനെ അറിയാമോ? വിക്രം ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകൾ, ആ മുഖം, അത് നമ്മുടെ മോളായേട്ടാ. ഏട്ടൻ്റെ സ്വന്തം ചോര. വേദയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. വിക്രം ഞെട്ടലോടെ വേദയും കുഞ്ഞിനെയും മാറി മാറി നോക്കി. അവന് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. വേദ, നീ എന്താ ഈ പറയുന്നത്? അതേട്ടാ, ഇത് പോലീസുകാർ ഏട്ടനെ കൊണ്ടുപോയപ്പോൾ ഞാൻ ബോധം കേട്ട് വീണു. ആശുപത്രിയിൽ വെച്ച ഞാൻ ഒരമ്മയാവാൻ പോകുന്നു എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ആ വിവരമറിഞ്ഞ ശ്രീകാന്ത് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവരിൽ നിന്നും നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാട് വിട്ടുപോയത്. ഏട്ടൻ്റെ ജീവനായി നിൽക്കുന്നത്. വിക്രമിൻ്റെ ഹൃദയം പെടപെടാമിടിച്ചു. അവൻ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെങ്ങ് ഇറുകെ കെട്ടിപ്പിടിച്ചു. ആ നെറ്റിയിലും കവിളിലും 1000 ഉമ്മകൾ അവൻ നൽകി. ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ സങ്കടവും സന്തോഷവും ആ കണ്ണുനീരിലുണ്ടായിരുന്നു. വേദ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, ഇതാ നിന്റെ അച്ഛൻ. നീ ഒരുപാടധികം കാണാൻ ആഗ്രഹിച്ച്, നീ ഒരുപാടധികം കാണാൻ കൊതിച്ചതല്ലേ? ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു. ആ കുഞ്ഞു വലിയ കണ്ണുകളോടുകൂടി വിക്രമിനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചെറിയ കൈകൾ കൊണ്ട് അവനെ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു. വിക്രം മറുകൈകൊണ്ട് തന്നെ വേദയെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ മൃദുവായൊന്ന് ചുംബിച്ചു. വർഷങ്ങളുടെ സങ്കടങ്ങളെല്ലാം തന്നെ ആ നിമിഷത്തിലങ്ങ് അലിഞ്ഞില്ലാതായി. സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ശത്രുക്കളുടെ മുന്നിൽ തലയുയർത്തിക്കൊണ്ട് തന്നെ അവർ വീണ്ടും ഒന്നാവുകയായിരുന്നു. പൂർണ്ണമായൊരു കുടുംബമായതിനു ശേഷം ശ്രീകാന്തിനുള്ള പുതിയ പോരാട്ടമായി വിക്രമും വേദയും തിരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ സീൻസൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.